ഹലോ, ഇന്നത്തെ തുടക്കം ഇഡ്ഡലിയോട് കൂടിയിട്ടാണ്. ഞാനൊരു ഉച്ചയായപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും തക്കാളി കറിയൊക്കെ, തമിഴ്നാട് സ്റ്റൈൽ തക്കാളി കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കാണുമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ ആ വ്യൂ കാണാൻ പറ്റിയില്ല. അപ്പോൾ താഴെ ചേച്ചി കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ബട്ടൺ റോസ് ആണെങ്കിലും നല്ല വലിപ്പമുള്ള റോസ് പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ചെമ്പരത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ റോസിൻ്റെയും നിറയെ കളക്ഷൻ ഉണ്ട്. കുറേ വെറൈറ്റി കളേഴ്സ് റോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചെടികളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരാൾ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. കാണിച്ചതെന്ന് പിന്നെ അവസാനം അവൻ തന്നെ അത് പറിച്ചെടുക്കുന്നതായപ്പോൾ അവനെ മാറ്റി നിർത്തി ഞാൻ പിന്നെ ഒറ്റയ്ക്കായി വീഡിയോ എടുപ്പിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. ഇത് മാങ്ങ മരം എന്നാണോ ഇനി മാങ്ങൻ്റെ ചെടി എന്നാണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിലും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. 1 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് 3-4 കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മന്നത്തങ്കാളി. ഇത് നമ്മൾ കറി വയ്ക്കും, ഉപ്പേരി വയ്ക്കും. പിന്നെ ഇതിൻ്റെ കായുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറിച്ച് കഴിച്ചോളും. പിന്നെ അതുപോലെ തന്നെ കൊയ്യാക്ക, അതും ഫസ്റ്റായിട്ടാണ് കേട്ടോ കായ്ക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചീനിമുളക്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ അപ്പുറത്ത് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇതൊരു മരത്തിൽ കോവയ്ക്കയും അതുപോലെ തന്നെ വെറ്റിലയും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെയും വേറെ കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ളിലേക്ക് വന്നു. പിള്ളേരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നല്ല ഭ്രഷ്ടാന ഭോജനമൊക്കെ അവിടെ നിന്ന് നടത്തിയിട്ടതിന് ശേഷം നല്ല കറിയൊക്കെ വെച്ചിരുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിലേക്ക് പോയില്ല ഒരു വ്യൂ കാണാൻ. അത് നമ്മൾ താഴെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ വ്യൂ?